എക്സ്പയറി ഡേറ്റ് ആയി. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് അത് ഡൽഹിയിൽ നിന്ന് എത്തിക്കില്ല. ബാക്കി എല്ലാ മരുന്നുകളും സ്റ്റോക്കുണ്ട്. ഈ നിപ ഇതുവരെ വ്യാപിച്ചിട്ടില്ല. ഇതുവരെ നടത്തിയ എല്ലാ പരിശോധനകളും നെഗറ്റീവായിരുന്നു. ഇപ്പോൾ വെന്റിലേറ്ററുള്ള രോഗി അതേ കണ്ടീഷനിൽ തന്നെ തുടരുക. അപ്പോൾ ഇതിൽ രാഷ്ട്രീയമായിട്ടുള്ള മത്സരമായിട്ട് മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ. വളരെ ശക്തമായിട്ടുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിച്ചു. ഞാൻ അവിടെ ഉണ്ടായിരുന്നല്ല, ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഈ നിപ റിപ്പോർട്ട് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്നു. എല്ലാ നിർദ്ദേശവും കൊടുത്തിട്ടാണ് തിരുവനന്തപുരത്ത് വന്നിട്ട് കേരളത്തിൻ്റെ മൊത്തം വിഷയങ്ങൾ നോക്കണ്ടേ. ഈ രോഗം ഇന്ന ഭാഗത്ത് മാത്രമല്ല, കേരളത്തിൽ എല്ലായിടത്തും പടരാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഞാൻ തിരുവനന്തപുരത്ത് തന്നെ വന്ന് ഉന്നത ഉദ്യോഗസ്ഥന്മാരെ രോഗം വിളിച്ചത്. അതിൻ്റെ ചുമതലയില്ല. അതുകൊണ്ട് ഇത് വ്യാപിച്ചിട്ടില്ല. ഇതുവരെ കിട്ടിയ റിസൾട്ടൊക്കെ നെഗറ്റീവാണ്. അപ്പോൾ മാത്രമല്ല, ഇന്നിപ്പോൾ ജനപ്രതിനിധികളുടെ യോഗം വിളിക്കാൻ റവന്യൂ മന്ത്രി ഇപ്പോൾ കോഴിക്കോടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കണ്ടേ. ഉദ്യോഗസ്ഥന്മാരെ വിളിക്കണം, നിർദ്ദേശം കൊടുക്കണം. അപ്പോൾ ഇതിലൊക്കെ എടുക്കുന്ന സമീപനം തികച്ചും ദൗർഭാഗ്യകരമാണ്. ഇതൊരു വീണ് കിട്ടിയ ഒരായുധം പോലെ പ്രതിപക്ഷം പെരുമാറുന്നത് ശരിയല്ല. എല്ലാം നെഗറ്റീവും. ഇന്നലെ പരിശോധിച്ച ഹയസ്റ്റ് റിസ്കിൽപ്പെട്ട 3 പേരെ ഇന്നലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ്, അവരുടെ റിസൾട്ട് നെഗറ്റീവാണ്. ഇപ്പോൾ ഈ ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററുള്ള രോഗിക്ക് മാത്രമേ സ്ഥിരീകരിച്ചുള്ളൂ. ഇനി കാര്യമായിട്ടൊന്നും വരാനില്ല. എങ്കിലും സംശയമുള്ളൊക്കെ പരിശോധിക്കുന്നുണ്ട്. ഒരു കേസും വെറുതെ വിടുന്നില്ല.